ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നല്ലൊരു നാടൻ ഒഴിച്ചേറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള അടിപൊളി ഒരു ഒഴിച്ചേറിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിതാ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി 10-25 ചുവന്നുള്ളിയോളം ഉണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ കാണും. അതൊന്ന് അമർത്തിയാൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു മാങ്ങ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം വേണ്ട, പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരെണ്ണം തീർത്തെടുക്കാം നമുക്ക്. അപ്പോൾ ആ മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 പച്ചമുളക്, ഒരു 2 തണ്ട് കറി ലീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മാങ്ങയിൽ ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വീണ്ടും ചേർക്കാൻ. ഇനി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അരപ്പെല്ലാം ഇവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജീരകം ഇടാൻ വിട്ടുപോയി കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇച്ചിരി ജീരകം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ അതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇടുന്ന കൂട്ടത്തിൽ നല്ല ജീരകം കൂടെ ഇട്ട് വേണം അടിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ രീതിയിൽ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഒരുപാട് ഉടഞ്ഞു പോകണ്ട, എന്നാൽ ചെറിയ രീതിയിൽ ഒന്ന് ഉടഞ്ഞും കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഒത്തിരി വെള്ളമായിട്ട് വെക്കുന്നില്ല ഞാൻ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ഈ സമയം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കറിക്ക് ഉപ്പ് കുറവുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത് തിളയ്ക്കരുത്, തിളച്ച് പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വേണം നമുക്കിത് ഇറക്കി വാങ്ങി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് ഒത്തിരി തിളച്ച് മറിഞ്ഞു പോകരുത്, ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറിക്കായിട്ട് ഒരു താളിപ്പും കൂടെ തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക്
കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഒരു 1/2 ടീസ്പൂണ് ഉലുവായും കൂടി ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറി ലീഫും 2 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി നമുക്ക് ഈ താളിപ്പിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. നല്ല രുചിയായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി രുചിയിലുള്ള നല്ല തനി നാടൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്.